ഹായ് ഹലോ നമസ്കാരം. നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. വീണ്ടും കുറേ കാലത്തിന് ശേഷം, അതായത് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ലോങ് വീഡിയോ എടുക്കാനായിട്ട് ഭയങ്കര മടിയാണ്. എടുത്താൽ തന്നെ ഇതൊന്ന് അപ്ലോഡ് ചെയ്യാനായിട്ട് അതിലേറെ മടിയാണ് കേട്ടോ. സത്യം പറഞ്ഞാണ്ടല്ലോ, ആകെ വെറുത്ത് ചടച്ചിരിക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഞാനെന്താ ഇപ്പം ഇങ്ങനെ നെഗറ്റീവ് അടിച്ചിട്ട് ഇരിക്കണമെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. വേറെ ഒന്നുമല്ല കേട്ടോ. നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് നമ്മൾ ഈ ഒരു മെയ് 19 വന്നു കഴിഞ്ഞാൽ 4 വർഷമായി മക്കളെ. അവിടെ നിന്നിട്ട് ഒരനക്കവും ഇല്ലാതെ ഇങ്ങനെ കിടക്കുകയാണ്. ചാനൽ തുടങ്ങിയിട്ട് ഒരു 10 മാസത്തിൻ്റെ ഉള്ളിൽ മോണിറ്റൈസേഷൻ എന്നുള്ള വലിയൊരു കടമ്പയൊക്കെ നമ്മളിങ്ങോട്ട് കടന്നു പോകുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ ഹെൽത്തിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ആയി കടന്നു പോയത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, നമ്മുടെ ചാനൽ പറ്റേ ഡൗൺ ആയിപ്പോയി. ഇപ്പോൾ ഒന്നിങ്ങനെ ഒരു 7000 ചില്ലറ സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ വ്യൂസ് ഉണ്ടല്ലോ ഭയങ്കര കുറവാണ് കേട്ടോ. മൊത്തത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ നിങ്ങൾക്ക്. നമ്മുടെ ചാനലിൽ നമുക്ക് വീഡിയോസൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഒരു ഇങ്ങനെ വീഡിയോ എടുക്കണം എന്നൊക്കെ തോന്നുമല്ലോ. അങ്ങനെ തോന്നണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ആദ്യം തന്നെ നമ്മുടെ ചാനലിന് കുറച്ച് വ്യൂസ് വേണം. വ്യൂസ് ഇങ്ങോട്ട് വന്ന് കണ്ടു കഴിഞ്ഞാണ്ടല്ലോ പിന്നെ നമുക്ക് ആ ഒരു വീഡിയോ എടുക്കാനുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു ഇതൊക്കെ തോന്നലൊക്കെ നമുക്ക് തന്നെ വരും കേട്ടോ. ആ വീഡിയോ എടുക്കണം, ഇടണം, ഇത്ര വ്യൂസായി, അടുത്ത പ്രാവശ്യം അതിനേക്കാൾ കടത്തി വെട്ടണം, അങ്ങനെ ഒരു തോന്നലൊക്കെ വരും. അപ്പോൾ നിങ്ങൾ കാണില്ലേ എനിക്കെന്താ ഒരു തോന്നൽ വരാത്തതെന്നുള്ളതിനുള്ള കാരണം, ഞാൻ വീഡിയോ ഇടാത്തതിനുള്ള കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ. നമ്മുടെ വീഡിയോസിന് ഭയങ്കര ശോകം വ്യൂസാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് തോന്നുന്നില്ല. എന്നാൽ ഷോർട്ട് വീഡിയോ ഇട്ടാലോ, നമ്മുടെ യൂട്യൂബ് മാമൻ അതിന് മാക്സിമം റെക്കമെൻഡേഷൻ തരണോണ്ട് തന്നെ എങ്ങനെ ഒരു 1K ഒക്കെ അടിച്ച് പോകുന്നുണ്ട് കേട്ടോ. ഇടയിൽപ്പെട്ട 1-2 വീഡിയോസ് മാത്രമേ 1K ഒന്നും ആവാതിരുന്നുള്ളൂ. അല്ലാത്തൊക്കെ വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ 1K ഒക്കെ ആയി പോകുന്നുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ മടി പിടിച്ചിട്ട് വീഡിയോ ഒക്കെ ഇടാതിരിക്കണതെന്ന് പറയുക. നിങ്ങളോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയണമല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കില്ലേ ഞാൻ എന്താ ഈ മാവേലി വന്ന് പോകുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് പോകണമെന്ന്. അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇത് പതിവ് പോലെ നമ്മൾ നമ്മുടെ രാവിലത്തെ വീട്ടു ജോലികൾ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. അടുക്കളയിൽ കയറിയിട്ട് ആദ്യം തന്നെ നമ്മൾ നമ്മുടെ കുളിക്കാനുള്ള വെള്ളം കേട്ടോ. കുളിക്കാനുള്ള വെള്ളമൊക്കെ കത്തിച്ച് വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് അതിന് ശേഷം അടുക്കളയിൽ പോയി ചായ ഇട്ടു. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് ചൂടാറാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചപ്പോൾ നമ്മുടെ മനോഹരമായ അന്തരീക്ഷമൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഈ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ഇഷ്ടപ്പെടുന്ന കുറച്ച് മച്ചാന്മാരെങ്കിലും ഉണ്ടാവില്ല, അപ്പോൾ അവരൊക്കെ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചു. അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുണ്ടെങ്കിൽ, അതായത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഈ ഒരു വാചകമടിയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഓടിപ്പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വല്ലപ്പോഴും വരുന്നൊരു മാവേലി ആയതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇട്ട് നിങ്ങളെ ശല്യം ചെയ്യൊന്നുമില്ല, എപ്പോഴെങ്കിലുമൊക്കെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ എങ്ങാനും ഷോർട്ട് വീഡിയോസൊക്കെ ഇങ്ങനെ ഡെയിലി ഇട്ടാണ്ട് അത്രേ ഉള്ളൂ. ഷോർട്ട് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ അങ്ങനെ ഇപ്പോൾ എല്ലാവർക്കും ഒന്നും എത്തണമില്ലല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കണ്ട, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കില്ല കേട്ടോ. അപ്പം അങ്ങനെ രാവിലെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മുടെ കോഴിക്കുട്ടപ്പന്മാരെയൊക്കെ തുറന്നു വിട്ടു. കുറച്ച് പേരെയാണ് നമ്മൾ പുറത്തേക്ക് വിടുന്നുള്ളൂ. ബാക്കിയുള്ള കുറച്ച് കുട്ടികൾ കണ്ടില്ലേ, താഴത്തെ കൂട്ടിലാണ് കേട്ടോ. കൂട്ടിൽ അടച്ചിട്ടിരിക്കുകയാണ് അവരെന്നെ. പുറത്തേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ ഭയങ്കര പൂച്ചശല്യമാണ്. അതുപോലെ തന്നെ കീരി, അങ്ങനെയുള്ള ഭയങ്കര ഉപദ്രവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മുടെ ഇവിടെയൊക്കെ അത്യാവശ്യം നന്നായി പൊന്ത പിടിച്ച് കിടക്കുന്നതുകൊണ്ട് തന്നെ ചെറിയ മഴയൊക്കെ പെയ്തപ്പോൾ നല്ല പൊന്ത കയറിയിട്ടോ. നമ്മൾ ആളെ വെച്ചിട്ട് തൊടിയൊക്കെ നേരാക്കിച്ചതായിരുന്നു, പക്ഷെ ഇപ്പോൾ ഒന്നിനും ഇല്ലാതെ ആയിട്ടുണ്ട്. നിറച്ച് പൊന്ത കയറിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വല്ല പൂച്ചയോ കീരിയോ എന്തെങ്കിലുമൊക്കെ പിടിച്ചുകൊണ്ട് പോകും. അപ്പം ഏട്ടൻ ഇവരെയൊന്നും വിടാൻ സമ്മതിക്കില്ല. വലിയ കോഴികളെ മാത്രമാണ് അപ്പം നമ്മൾ തുറന്നു വിടുള്ളൂ കേട്ടോ. അങ്ങനെ രാവിലെ അവരേനെ അങ്ങോട്ട് തുറന്നു വിട്ടു. അവർക്ക് നേരെ തീറ്റ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഗോതമ്പ് മാത്രമാണ് കേട്ടോ നമ്മുടെ ആശാന്മാർ തിന്നുള്ളൂ. കണ്ടില്ലേ, നല്ല VIP-കളാണ്. ഗോതമ്പ് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് തിന്നിട്ടാണ് ഗുണ്ടുമണികൾ വളരുന്നത്. അങ്ങനെ ഇവന്മാർക്കുള്ള കുറച്ച് ഗോതമ്പ് കൊടുത്തപ്പോഴേക്കും കൂട്ടിലുള്ളവർ ഭയങ്കര ബഹളായി. അങ്ങനെ അവർക്കും കുറച്ച് ഗോതമ്പ് കൊടുത്തു കേട്ടോ. അങ്ങനെ കണ്ടില്ലേ, പച്ചപ്പും ഹരിതാപകരവും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, തൊടി മൊത്തം പൊന്ത പിടിച്ച് കിടക്കുകയാണെന്ന്. എന്തായാലും അമ്മ കഴിഞ്ഞ ദിവസം പൂരമൊക്കെ ആയിട്ട് വന്നോണ്ട് തന്നെ ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മിറ്റൊക്കെ വൃത്തിയാക്കി കിട്ടിയതുകൊണ്ട് അവിടെ നിന്ന് നേരത്തെ ഞാൻ അടുക്കളയ്ക്ക് കടന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണികൾ അങ്ങോട്ട് നടക്കില്ല എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അരി ഉഴുന്നും ഒക്കെ വെള്ളത്തിലിടാൻ മറന്നു പോവുകയോ അല്ലെങ്കിൽ ഉഴുന്നില്ലാതിരിക്കുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും അത്രയും വലിയ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായാൽ മാത്രമാണ് കേട്ടോ ഞാൻ ഈ ഒരു ആട്ടപ്പൊടിയായിട്ട് ചങ്ങാത്തം കൂടാൻ പോവാറുള്ളൂ.
അപ്പം ഇന്നെന്തായാലും ആളുമായിട്ട് നമുക്ക് ചങ്ങാത്തം കൂടിയേ പറ്റുള്ളൂ. കാരണം അരി ഉഴുന്ന് അരച്ചിട്ടില്ല, വേറെ ഒന്നല്ല, ഉഴുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എന്താ ദാരിദ്ര്യം എന്നല്ലേ ഇങ്ങനെ ഇപ്പം ഉണ്ടാവാതിരിക്കുക. ഒരു കൂലിപ്പണിക്കാരൻ്റെ വീടൊക്കെ ആയി കഴിഞ്ഞാൽ അല്ലറ ചില്ലറ ദാരിദ്ര്യമൊക്കെ ഉണ്ടാവും. ദാരിദ്ര്യം പറയാണ്ടൊന്നും ജീവിക്കാൻ പറ്റില്ല. അപ്പം എന്തായാലും ദേ ഞാൻ ആട്ടച്ചേട്ടനെ അങ്ങോട്ട് എടുത്ത് പൊട്ടിച്ച് നമ്മുടെ പാത്രത്തേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് ഇതേ ഇവിടെ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഒപ്പം ഞാൻ ഇവിടെ വെളിച്ചെണ്ണ ആട്ടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്തിട്ട് നമ്മുടെ ഒരു പാത്രത്തേക്ക് ഒഴിച്ചു വെക്കുന്നുണ്ട്. അങ്ങനെ മാവൊക്കെ കുഴച്ചെടുത്തതേ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ചപ്പാത്തിയാണോ പൂരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ തോന്നി ചപ്പാത്തി ഉണ്ടാക്കി ചിലപ്പോൾ നമ്മുടെ ശ്രീകുട്ടി ഭൂരി ചോദിക്കും, അതുകൊണ്ട് നമുക്ക് ഭൂരി ചൂടാണ് കേട്ടോ. അങ്ങനെ ഭൂരിക്കുള്ളത് അവിടെ അങ്ങനെ ഉരുട്ടി ഉരുട്ടി റെഡി ആക്കുന്നുണ്ട്. അപ്പുറത്ത് അടുപ്പിൽ കണ്ടില്ലേ, ഞാൻ ഉരുളക്കിഴങ്ങ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആളവിടെ ഇരുന്ന് ഇങ്ങനെ വിസിലടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുത്ത് നമുക്ക് എത്രയും പെട്ടെന്ന് ഭൂരി ചുട്ടെടുക്കാം. അതിൻ്റെ ഇടയിൽ ഞാൻ വെള്ളം തിളച്ചപ്പോൾ പോയിട്ട് വന്ന് കുളിച്ച് സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ നന്നായി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ദേ ഭൂരി പരത്താനുള്ള പണിയിലാണ്. അപ്പോൾ ഈ ഭൂരിയും ചപ്പാത്തിയും ഒക്കെ പരത്തുമ്പോണ്ടല്ലോ എനിക്ക് മിക്കവാറും ഓസ്ട്രേലിയയും അന്റാർട്ടിക്കയും ഒക്കെ ആയി പോവാറുണ്ട് കേട്ടോ. ഇന്നെന്തായാലും വലിയ കുഴപ്പമില്ലാതെ കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്, അറിയില്ല. എന്തായാലും എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാനിതിങ്ങനെ മുഴുവനായിട്ടൊന്നും നിങ്ങളെ കാണിക്കില്ലല്ലോ, ഓടിച്ചോടിച്ച് അവിടെ വിടുകയാണല്ലോ. ഇങ്ങനെ ഓടിച്ച് വിട്ടിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ ഈ എടുത്ത് വെക്കണ വീഡിയോസൊക്കെ കൂടിയിട്ട് ഒരു മണിക്കൂർ 1.5 മണിക്കൂറിനുള്ളത് ഉണ്ടാവും. അപ്പം പിന്നെ അത് മുഴുവൻ നിങ്ങൾ ഇരുന്ന് കാണില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. എന്തായാലും ഈ 10-15 മിനിറ്റ് ഒന്നും നിങ്ങൾ കാണില്ല. നിങ്ങൾ കൊച്ചു കള്ളന്മാരല്ലേ, എനിക്ക് അറിഞ്ഞൂടെ. നിങ്ങൾക്ക് ബോറടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ചാനലും തേടി പോകുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഉള്ളത് നന്നായിട്ട് സ്പീഡ് കൂട്ടിയിട്ട് അങ്ങോട്ട് ചെറ പറയുന്നതാണ് കേട്ടോ അടിച്ചു വിടുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ അച്ഛനും മോളും നല്ല ഉറക്കത്തിലാണ്. ഞാൻ പോയി വിളിക്കാനും പോയിട്ടില്ല, കാരണം ഏട്ടന് പണിയില്ല കേട്ടോ, ലീവാണ് കുറച്ച് ദിവസമായിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവരവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ, നമ്മളെന്തിനാ വെറുതെ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് വിചാരിച്ചു. ആ നേരത്ത് അമ്മയാണെന്നുണ്ടെങ്കിൽ ചൂലും പിടിച്ച് നടക്കുന്നുണ്ട്, മിറ്റടിക്കലാണ് പരിപാടി കേട്ടോ. മിറ്റടിക്കൽ ഭയങ്കര വൺ ടാസ്ക്കാണ്. തണ്ടൽ പോയ ഞാനും കുനിയാൻ വയ്യാത്ത അമ്മയും പറഞ്ഞ മാതിരി മിറ്റടിക്കൽ നമ്മുടെ വീട്ടിൽ ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. മിറ്റാണെന്നുണ്ടെങ്കിൽ ഒരു പറയുണ്ടേനും എന്താ ചെയ്യാല്ലേ, വലിയ ചൂല് വാങ്ങണം വാങ്ങണം എന്ന് വിചാരിക്കും. നമ്മൾ ചൂല് കൊണ്ടുവരാനായിട്ട് നമ്മുടെ പാത്രക്കാരനോട് പറയും, ആളാണെന്നുണ്ടെങ്കിൽ അത് മറന്നും പോവും. ചൂല് കിട്ടിയിട്ടില്ല. എന്തായാലും അമ്മ അങ്ങനെ തട്ടിമുട്ടി അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടിയിട്ടൊക്കെ നമ്മുടെ മിറ്റത്തിനെ ഒരുവിധമൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. വേറെ വഴിയില്ല, എന്താ ചെയ്യാല്ലേ, എല്ലാവർക്കും പ്രായത്തിൻ്റെതായ വയ്യായകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഞാനാണെന്നുണ്ടെങ്കിൽ പ്രായം ആവണേക്കാൾ മുന്നേ തന്നെ തണ്ടലടിച്ച് പോയിട്ടിരിക്കുകയാണ്. അപ്പം എന്നെ കൊണ്ടാണെന്നുണ്ടെങ്കിൽ അതൊട്ടും ചെയ്യാനും വയ്യ. അപ്പം പിന്നെ അവരിങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അവിടെ മിറ്റടിച്ച് കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ എൻ്റെ പണി അവിടെ കടന്നു. എന്തായാലും കുറച്ച് നേരം നമ്മുടെ അടുക്കള മാത്രം കാണിച്ചാൽ പോരല്ലോ, ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഉമ്മർത്തേക്ക് വന്നതാണ്. ആ ഗ്യാപ്പിലാണ് അമ്മ മിറ്റടിക്കുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങനെ നിന്ന് കുറച്ച് നേരം വീഡിയോ അങ്ങോട്ട് പിടിച്ചു. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അടുക്കള മാത്രം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നില്ലേ, ഓ ഇവൾക്ക് അടുക്കളപ്പണി മാത്രമേ ഉള്ളൂ എന്ന്. സത്യം പറഞ്ഞത് ഇപ്പം മിറ്റടിക്കുന്നത് ഞാനല്ല എന്നുണ്ടെങ്കിലും നമ്മുടെ വീടിൻ്റെ വേറൊരു ഭാഗം കൂടി നിങ്ങളെ വീഡിയോ കൂടെ കാണിക്കാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു സംതൃപ്തി മാത്രമാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ ചെറിയും പൊളിച്ച് നിന്നതിന് ശേഷം നേരെ വന്നിട്ടുണ്ട്, അടുക്കളയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഭൂരി കണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ കാതുപോയ ചീനച്ചട്ടീനെ എടുത്തിട്ട് അടുപ്പത്തായിട്ട് കയറ്റി. എല്ലാ വീട്ടിലും ഉണ്ടാവില്ലേ ഇതുപോലെ കാതുപോയ ചീനച്ചട്ടി, അതുപോലെ മൂട് കരിഞ്ഞ് ഉണങ്ങിയിരിക്കുന്ന ചീനച്ചട്ടി ഇവിടെ ഉണ്ട്. ഞാനതിനെ കളയൊന്നുമില്ല കേട്ടോ. പിന്നെ കാശ് കൊടുത്ത് വാങ്ങിയ സാധനമാണ്, നമുക്ക് പരമാവധി അതിനെ ഉപയോഗിക്കണം, അല്ലാതെ വെറുതെ കളയാനൊന്നും പറ്റില്ല. എന്താ അപ്പം ഇതല്ലേ. അപ്പം എന്താ ഈ എണ്ണയെന്ന് കോരിയെടുക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുരുമുളകാണ് കേട്ടോ. നമ്മൾ ആട്ടിക്കൊടുന്ന വെളിച്ചെണ്ണ കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടേ അമ്മ ഒരു ലോഡ് കുരുമുളക് വാരി അതിലാണ് തട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അതെങ്ങാൻ ഇനി പൊട്ടിത്തെറിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് കോരി എടുത്തതാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതേ കുക്കറിലിരുന്ന ഉരുളക്കിഴങ്ങിനെ തട്ടി മുട്ടി എടുത്ത് പുറത്തിട്ടിട്ടുണ്ട്. എണ്ണയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കിടന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ പണിയും അതുപോലെ ഭൂരിയുടെ പണി എല്ലാം കൂടി ചടപടയെന്നാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പെണ്ണുങ്ങൾക്ക് അല്ലെങ്കിൽ അടുക്കള കയറി കഴിഞ്ഞാൽ 10 കൈയായിരിക്കും അല്ലേ, എന്താ ചെയ്യുക. ചടപടയിച്ചിട്ട് നമ്മുടെ പണികൾ കഴിയണ്ടേ. അപ്പോൾ അതേ കണ്ടില്ലേ, ഉരുളക്കിഴങ്ങ് തോല് കളയണുണ്ട്, ഭൂരി കോരി എടുക്കണുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, ആദ്യത്തെ ഭൂരി ഒന്ന് വീർത്തു വന്നു. കണ്ടപ്പോൾ ഒരു ആശ്വാസം, നിങ്ങളെ കാണിച്ചപ്പോൾ അതിലേറെ വലിയ ആശ്വാസം. അങ്ങനെ ദേ ഭൂരി അവിടെ എടുക്കണതിൻ്റെ ഇടയിൽ തന്നെ ഉരുളക്കിഴങ്ങ് പൊളിച്ച് തോലൊക്കെ കളഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്കത് കറിയാക്കണമല്ലോ. അപ്പോൾ
വീണ്ടും സവോള എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കറിയുടെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 വീഡിയോ ആയി എന്ന് തോന്നുന്നുണ്ട് അടുത്തടുത്തിട്ട് നമ്മുടെ ലോങ് വീഡിയോയില് ഭൂരി തന്നെയാണ് ഭൂരി. അപ്പൊ നിങ്ങൾ വിചാരിക്കും എനിക്ക് ഭൂരി മാത്രമേ ഉണ്ടാക്കാൻ അറിയുള്ളൂ എന്ന്. സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ മടി പിടിച്ചിട്ട് വീഡിയോ എടുക്കാതിരിക്കുകയാണെന്ന്. എനിക്ക് ഈ വീഡിയോ എടുക്കാൻ തോന്നുന്ന ദിവസങ്ങളിൽ മിക്കവാറും ഇവിടെ ഭൂരിയായിരിക്കും. ഞാൻ എന്ത് ചെയ്യാനാടോ, നിങ്ങൾ തൽക്കാലം ഒന്ന് ക്ഷമിക്കട്ടോ. കാരണം ഞാൻ ഇങ്ങനെയെങ്കിലൊക്കെ ഒന്ന് വീഡിയോ ഇട്ടിട്ട് മുന്നോട്ട് പോട്ടെ. എന്താ അത് 4 കൊല്ലായില്ലേ, ഇതിന്ന് വല്ലതും കിട്ടും എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന ലക്ഷണമൊന്നും കാണാനില്ല. പോട്ടെ, എന്തെങ്കിലും കിട്ടുമായിരിക്കും അല്ലേ. അങ്ങനെ ദേ വർത്താനവും ലച്ചറടിയും ഒക്കെ ഇങ്ങനെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. ഭൂരിയൊക്കെ കോരി ദേ അവിടെ എടുത്ത് വെക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം അതിൻ്റെ കറിക്കുള്ള കാര്യങ്ങളും റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഭൂരിക്ക് എന്ത് കറിയാണ് ഇഷ്ടം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഭൂരിക്ക് നമ്മുടെ ഈ ഒരു ഉരുളക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കുന്ന ആ ഒരു മഞ്ഞ കറി ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാനിവിടെ എപ്പോഴും അത് തന്നെയാണ് ഉണ്ടാക്കുള്ളൂ. എന്തെങ്കിലും നമുക്ക് വായിക്ക് രുചിയുള്ളത് നമുക്ക് ഇഷ്ടത്തിന് കഴിക്കാൻ തോന്നുമല്ലോ. അപ്പോൾ പിന്നെ എന്നും എല്ലാവരുടെയും ഇഷ്ടങ്ങൾ നോക്കിയാൽ നടക്കുമോ അല്ലേ. നമ്മൾ അടുക്കളയിൽ നിൽക്കുന്നവരുണ്ടല്ലോ, എന്നും ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ എന്താ വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള സാധനങ്ങളാണ് ഉണ്ടാക്കുക. നമ്മൾ ഈ ഉണ്ടാക്കുന്ന ആളുകളുണ്ടല്ലോ, എന്താ ഉണ്ടാക്കി വെച്ചാൽ അതങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കും എന്നല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാറുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലേ. അപ്പം ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കണം. എൻ്റെ ഈ പറച്ചിലൊക്കെ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചില്ലേ ഇതിപ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മഞ്ഞക്കറി ഉണ്ടാക്കണമെന്ന്. എന്നാൽ ഞാൻ ഇനിയൊരു സത്യം പറയട്ടെ, അത് അങ്ങനെയല്ല കേട്ടോ. ഈ കറിയാണ് നമ്മുടെ ശ്രീകുട്ടിക്ക് ഇഷ്ടം. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. അല്ലാതെ ഇവിടെ എൻ്റെ ഇഷ്ടത്തിനൊന്നും വലിയ പ്രാധാന്യമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ചില ദിവസം ഇവിടെ ഉണ്ടല്ലോ ദോശ ഉണ്ടാക്കും. ദോശ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ദോശയൊക്കെ ഉണ്ടാക്കേണ്ടി വരുള്ളൂ. കാരണം എനിക്ക് ഒരു 1.5 ദോശ അല്ലെങ്കിൽ 2 ദോശ, നമ്മുടെ ശ്രീകുട്ടിക്ക് അതേപോലെ ഒരു ദോശ അല്ലെങ്കിൽ 2 ദോശ, അമ്മയ്ക്ക് ഒരു 3-4 ദോശ അത്രേ വേണ്ടൂ കേട്ടോ. അപ്പം അത് ഉണ്ടാക്കുമ്പോൾ ചട്നിയോ ചമ്മന്തിയോ അരയ്ക്കാൻ മടിച്ചിട്ട് അമ്മ എന്ത് കാട്ടുന്ന അറിയോ, അച്ചാർ കൂട്ടിയിട്ട് കഴിക്കും കേട്ടോ. അപ്പം പിന്നെ ഞാൻ എന്ത് കാട്ടും, എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ ദോശയ്ക്കും ഇതിൻ്റെ ഒപ്പമൊന്നും അച്ചാറൊന്നും കൂട്ടി കഴിക്കുന്നത് ഇഷ്ടമല്ല. ശ്രീകുട്ടിയാണെന്നുണ്ടെങ്കിൽ എരിവൊന്നും കൂട്ടില്ല, അച്ചാറും ചമ്മന്തി ഒന്നും അവൾക്ക് വേണ്ട, അവൾ പഞ്ചസാര ഇട്ടിട്ട് കഴിക്കും. അപ്പം പിന്നെ ഞാൻ എന്ത് കാട്ടും, വെറും ദോശയുടെ മടക്കി ചുരുട്ടി ചായയും കൂട്ടിയാണ്ട് കഴിക്കും. അപ്പം അതാണ് പറഞ്ഞ് ഇവിടെ നമ്മുടെ ഇഷ്ടങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലല്ല കേട്ടോ, മൊത്തത്തിൽ പെണ്ണുങ്ങളുടെ അവസ്ഥയൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ മൊത്തത്തിൽ ആക്ഷേപിച്ചതൊന്നല്ല, എനിക്കറിയില്ല. എന്തായാലും ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാനാണ് സാധ്യത. കാരണം നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അടുക്കളയിൽ കിടന്ന് പണിയെടുക്കാൻ ഒരു പെണ്ണുണ്ടാവില്ലല്ലോ. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി പണിക്കോ അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആരെങ്ങനെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാല്ലേ. പാവം ഞാനും ഏറെ ആഗ്രഹിച്ച് ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങി അലമാരയുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലാബ് ടെക്നീഷ്യൻ്റെ ആണ്. ഞാൻ MLT കഴിഞ്ഞതാണ് കേട്ടോ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ പാസ്സായതാണ്, 2nd ക്ലാസ്സിൽ പാസ്സായതാണ് കേട്ടോ. അങ്ങനെ എന്തായാലും ആ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങി നമ്മുടെ അലമാരയുടെ ഉള്ളിൽ പൂട്ടി വെച്ചതല്ലാതെ എനിക്ക് ഇതുവരെ എവിടെയും ജോലിക്ക് പോകാനൊന്നും പറ്റിയിട്ടില്ല. അപ്പം എന്താ പറ്റാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടുള്ള കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ഹെൽത്താണ്. ഇനിയിപ്പോൾ അതല്ല, അതിന് മുന്നേ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ടൈമിംഗ് ആണ് കേട്ടോ. നിങ്ങൾക്കറിയാലോ നമ്മൾ ലാബിൽ ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ രാവിലെ നേരത്തെ ഒക്കെ പോകാറില്ലേ. അപ്പം നിങ്ങൾ നേരത്തെ പോകുമ്പോൾ നമ്മൾ അവിടുത്തെ ജോലിക്കാർ എത്ര നേരത്തെ എത്തണം. അപ്പം അതുകൊണ്ട് നമ്മുടെ സമയവും അതൊന്നായിട്ട് സെറ്റായി വരുന്നില്ല. നമുക്ക് വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കണം, എല്ലാം ചെയ്യണം, അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പണിക്കും പോകണം പറഞ്ഞാൽ നടക്കണില്ല കേട്ടോ. എന്താ ഇപ്പം ചെയ്യുക, ഒരു വെച്ചയും ബഹളവും ഇല്ലാതെ ഞാൻ ഇന്നിപ്പോൾ വീഡിയോ എടുത്ത് ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിരുന്നപ്പോൾ ദേ നമ്മുടെ മീൻകാരൻ ചേട്ടൻ കിപ്പി 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 പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ. മീൻകാരൻ ചേട്ടൻ്റെ വണ്ടിയുടെ ഹോണടിയാണ് കേട്ടോ ആ കേട്ടത്. അപ്പം നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത്, ഓരോരോ ആഗ്രഹങ്ങളല്ലേ. അങ്ങനെ ഞാൻ എൻ്റെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് വാങ്ങി വെച്ചിട്ടുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് അലമാരുടെ ഉള്ളിൽ ഇരിക്കുകയാണ്. ടൈം തന്നെയാണ് മെയിനായിട്ടുള്ള പ്രശ്നം കേട്ടോ. നമ്മൾ രാവിലെ ഒരു നേരത്താണ്ട് പോയാൽ വൈകുന്നേരം ഒരു നേരത്തേന് വരുള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങളോ നമ്മുടെ മക്കളുടെ കാര്യങ്ങളോ ഒന്നും ചെയ്യാനും ഇതാക്കാനൊന്നും പറ്റില്ല. പിന്നെ ഇപ്പം പിന്നെ എൻ്റെ ഹെൽത്തും കൂടിയും കുറച്ചിങ്ങനെ ഇതായി പോയപ്പോൾ പിന്നെ ഒട്ടും നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കാണ്ടായിട്ടോ. അപ്പോൾ ഒരു ഇതും ഇല്ലാതെ നമ്മൾ തുടങ്ങി വെച്ചൊരു ചാനലാണ് നമ്മുടെ ഈ ഒരു ചാനൽ. അപ്പം ഞാനിങ്ങനെ ചില സമയത്തെങ്കിലും ആഗ്രഹിച്ച് പോകാറുണ്ട്, നമുക്ക് പുറത്തോ ജോലിക്ക് പോകാൻ പറ്റണില്ല, ഈ ഒരു ചാനലിൽ കൂടെ എങ്കിലും നമുക്കൊരു വരുമാനം കിട്ടിയിരുന്നെങ്കിൽ ഒരു കാര്യമായല്ലോ എന്ന്. പക്ഷെ ദൈവം സഹായിച്ച അതാണെന്നുണ്ടെങ്കിൽ ഇതപ്പം ഇന്ന് വരെ കിട്ടിയിട്ടില്ല കേട്ടോ. ഏട്ടനാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ലീവാണെന്ന്. അപ്പോൾ ഇവിടെ നല്ല വിറകിൻ്റെ പണി നടക്കുന്നുണ്ട്. അമ്മാവൻ്റെ തൊടിയത്തെ മരമാണ് കേട്ടോ. മൂപ്പര അതൊക്കെ അതിൻ്റെ കൊമ്പും ജില്ലയൊക്കെ വെട്ടിയിട്ടപ്പോൾ ആ വിറകൊക്കെ ഞങ്ങളെടുത്ത് കൊണ്ടുപോവാണ്. നമുക്കാണെന്നുണ്ടെങ്കിൽ ഡെയിലി ചുക്കുവെള്ളം വെക്കാനും എനിക്ക് കുളിക്കാനുള്ള വെള്ളം വെക്കാനൊക്കെ ചൂടുവെള്ളം വെക്കാനൊക്കെ വിറക് ആവശ്യമാണല്ലോ. അങ്ങനെ അതൊക്കെ ഞങ്ങൾ പെറുക്കി കൊണ്ടുവയ്ക്കുന്നുണ്ട് കേട്ടോ. പാവേട്ട നല്ല വെയിലായതുകൊണ്ട് തന്നെ കഷ്ടപ്പെട്ട് നിന്ന് പണിയെടുക്കുകയാണ്. വെള്ളം ചോദിച്ചപ്പോൾ ഞാൻ
അപ്പം നമുക്ക് ഇവർ ഫ്രിഡ്ജ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ രാജിമായുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ രാജുവേട്ടൻ്റെ വീട്ടിലേക്കോ ഒന്നും ഓടണ്ട കേട്ടോ തണുത്ത വെള്ളം ചോദിച്ചിട്ട്. ഇപ്പം നമുക്ക് വീട്ടിൽ ഫ്രിഡ്ജ് ഉള്ളതുകൊണ്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കൊടുക്കാം. അങ്ങനെ വെള്ളം ചോദിച്ചപ്പോൾ ഞാനൊരു കുപ്പി വെള്ളം എടുത്തിട്ട് നമ്മുടെ ഏട്ടനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയും വിശേഷങ്ങളും എൻ്റെ വാചകടിയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം കേട്ടോ. കുറേ കഷ്ടപ്പാടും പ്രാരാബ്ദമൊക്കെ പറഞ്ഞൂലേ, എന്താ ചെയ്യുക, പറയുമ്പോൾ അങ്ങോട്ട് പറഞ്ഞു പോവാണ് കേട്ടോ. നിങ്ങൾ ഓരോരുത്തരും ഇപ്പം എൻ്റെ ഒരു ഫാമിലി ആണല്ലോ, എൻ്റെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ഞാൻ അങ്ങോട്ട് പറയണമെന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ തന്നെയാണ്, ഇതുപോലെ എന്താ ചറ പറയുന്ന വർത്താനം പറയും, എല്ലാവരോടും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. പെട്ടെന്ന് കമ്പനിയാവും, ഇതുപോലെ നന്നായി വർത്താനം പറയും, ആ ഒരു ക്യാരക്ടറാണ് എൻ്റെ. അപ്പം അത് അറിയാതെ എൻ്റെ ചാനലിലൂടെ പുറത്ത് വരണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഓടിപ്പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ശ്രീകുട്ടി അച്ഛനെ ഇവിടെ നല്ല കാര്യമായിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഒട്ടും വൈകാതെ കാണാമെന്നൊന്നും ഞാൻ പറയുന്നില്ല. മടിയില്ലാത്തൊരു ദിവസം വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.